മലയാളികൾക്ക് അടുത്ത പണി എത്തിയിരിക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് കാലം കൂടി അടുത്തെത്തിയിരിക്കുകയാണ്. ഇന്നലെ വരെ നമ്മളെ തിരിഞ്ഞു നോക്കാതിരുന്നവന്മാരൊക്കെ ഓരോ ആവശ്യങ്ങളുമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ആട്ടിപ്പായിച്ചിരുന്നവന്മാരൊക്കെ ഇനി നമ്മുടെ അടുക്കളപ്പുറം വരെ കയറും, നമ്മുടെ വീടിൻ്റെ പടിവാതിക്കലെത്തും. അതായത് എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും നമ്മൾ കേൾക്കുന്ന ക്ലീഷേ ഡയലോഗുകളും വാഗ്ദാനങ്ങളുമായി എല്ലാ അവന്മാരും നമ്മുടെ തിണ്ണയും അടുക്കളയും എല്ലാം കയറി നിരങ്ങും. അവരെ ചൂണ്ടുവിരലിന് മുന്നിൽ നിർത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരമായി മലയാളികൾ ഇതിനെ കാണുമെന്നും എനിക്കറിയത്തില്ല. എന്തൊക്കെയായാലും സ്ഥാനാർത്ഥി എന്ന സ്ഥാനമാനങ്ങളോട് ആർത്തിയുള്ളവൻ എന്നൊക്കെ തന്നെയാണ് സാരം. സ്ഥാനം നേടിക്കഴിഞ്ഞാൽ ആർത്തി മൂത്ത് അവർ ഉറപ്പായിട്ടും അഴിമതിക്കാരാവും. 90% അങ്ങനെ തന്നെയാണ്. കൂട്ടിക്കൊടുപ്പിൻ്റെ ദല്ലാളന്മാരും ആവും. കൂടപ്പുറപ്പായ പെണ്ണിൻ്റെ മാനത്തിന് പോലും വില പറയുന്ന വിലകെട്ട നാറികളായി അവലക്ഷണങ്ങളായി ഇവന്മാരും മാറും. നമ്മളിത് ഇന്നലെ കാണാൻ തുടങ്ങിയൊന്നുമല്ല. എന്നാലും പഠിക്കുകയില്ല മലയാളി എന്തൊക്കെയാണെങ്കിലും പഠിക്കുകയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. എത്രയൊക്കെ കിട്ടിയാലും നമ്മൾ മലയാളി പഠിക്കുകയില്ല എന്ന് പറയുന്നതൊക്കെ തന്നെ ശരി തന്നെയാണ്. അല്ലെങ്കിൽ വീണ്ടും ഈ പൊങ്ങന്മാരെ വീണ്ടും ജയിപ്പിച്ച് അധികാരത്തിലേറ്റി സ്വന്തം നെഞ്ചത്ത് തൊഴിക്കാനുള്ള ഒരു അവസരമായി നമ്മൾ മാറ്റില്ലായിരുന്നു ഈ ഇലക്ഷനൊന്നും. ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നവരാണ് ഓരോ ജനപ്രതിനിധിയും എന്നൊക്കെയാണ് നമ്മുടെ ചൊല്ലൊക്കെ. ഒരു നടപടിയാവത്തില്ല അല്ലേ? എന്നാൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നാം വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ചവർ തന്നെ നമ്മുടെ അവകാശങ്ങൾ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ലേ? ഒരു കാര്യം, ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല. ചോദ്യം ചെയ്യുന്നവനൊക്കെ അടിച്ചമർത്തുന്നു. തെറ്റെങ്ങാനും ചൂണ്ടിക്കാണിച്ചാൽ അവനെ ജയിലിലിടുന്നു, കശാപ്പ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഈ തെരഞ്ഞെടുപ്പ് നമുക്കൊരു അവസരമാണ് കേട്ടോ. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. വെളുക്കെ ചിരിച്ച് നമ്മുടെ വാതിക്കെ വന്ന് ഈ ഭിക്ഷ തേടി നിൽക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളോട് ഞാനും നിങ്ങളും ചോദിക്കേണ്ട തന്നെ കുറേ കാര്യങ്ങളുണ്ട്. നാണവും മാനവും ഇല്ലാത്ത വർഗ്ഗങ്ങളാണ് അതൊക്കെ. മുഖത്തൊരു ചിരിയും വെച്ച് പിടിച്ച് വാക്കുകളുണ്ട് അമ്മാനമാടി ഇതുവരെ ചെയ്ത എല്ലാ നാറിത്തരവും നെറുകേടവും ചെറ്റത്തരവും എല്ലാം ഒളിപ്പിച്ച് വെച്ച് വീണ്ടും നാണമില്ലാതെ ഒക്കെ ഒരു അവസരം കൂടി നൽകണമെന്ന് പറഞ്ഞുകൊടുക്കുക അങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും. ഒരു നാണവുമില്ല. അവൻ്റെയൊക്കെ മുഖത്ത് നേരെ നോക്കി നമ്മൾ ചോദിക്കണം, വിരൽ ചൂണ്ടി തന്നെ ചോദിക്കണം, ഇതുവരെ ചെയ്യാൻ പറ്റാത്ത എന്തു കോപ്പാണ് ഇനിയൊക്കെ നമ്മുടെ നാടിന് വേണ്ടി നിനക്കൊക്കെ ചെയ്യാൻ പറ്റുക? ആ ചോദ്യത്തിൻ്റെ കാഠിന്യത്തിൽ വോട്ട് ചോദിച്ച് വരുന്നവന്മാരുടെ ഉള്ളൊന്ന് കിടുങ്ങണം. നാണവും മാനവും ലെവലേശം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ ചൂളാതെ ഇവന്മാരൊക്കെ നിൽക്കും. നമ്മുടെ അടുക്കളപ്പുറം വരെ കയറും, കറിക്കലത്തിൽ കെട്ട് കൈയിടും, മീൻചട്ടി ഇങ്ങനെ വടിച്ച് നക്കും, മൂക്കളെ ഒലിപ്പിക്കുന്ന നമ്മുടെ മക്കളെ കുഞ്ഞുങ്ങളെ എടുത്ത് ഉമ്മ വെക്കും. നാക്കിലില്ലേ, നാക്കിലാന്ന് പറഞ്ഞ ഇലയെ നാവ് കൊണ്ട് നിവേദ്യം വിളമ്പി തരും നമുക്ക്. അമ്പലത്തിലെ നിവേദ്യം വിശ്വസിക്കരുത് നാറുകളെ. അതിപ്പോൾ ചുവപ്പെട്ട സഖാവായാലും വെളിപ്പെട്ട കോൺഗ്രസ്സുകാരനായാലും ശരി, കാവ്യ അണിഞ്ഞ സംഘപുത്രനായാലും ശരി, എല്ലാ അവന്മാരും ബസ്റ്റാ. ചോദിക്കുക തന്നെ വേണം. നാവ് കുഴയുവോളം നാം അവർക്കെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കണം. നടുവ് തളരുവോളം നാലാൾ അറിയാതെ വ്യഭിചരിച്ചും 4 പേരറിയെ തിന്നും കുടിച്ചും നിങ്ങൾ മേയുമ്പോൾ ഞങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ ഞങ്ങൾ എന്താണ് കിട്ടിയത്? ഞങ്ങൾക്ക് എന്ത് കിട്ടി? ഞങ്ങളുടെ വീടുകളിലെ വിളക്കിൽ ഒരു തിരി കൂടുതൽ തെളിഞ്ഞോ? ഞങ്ങൾ കുടിക്കുന്ന കഞ്ഞിയിൽ ഒരു തരി വറ്റ് കൂടുതൽ വീണോ? ഞങ്ങൾ നടക്കുന്ന പാതയിൽ, ഞങ്ങൾ നടക്കുന്ന വഴിയിൽ നിറമാർന്ന പൂ കൂടുതൽ വിരിഞ്ഞോ? വിരിക്കും, ഉമ്മാരി കുറേ വിരിക്കും. ഇവരുടെയൊക്കെ കുടുംബാംഗങ്ങളൊക്കെ സേഫാന്നേ. ഇവരെയൊക്കെ രക്ഷപ്പെടുത്താനും അവർക്ക് സമ്പാദിക്കാനും ഇനിയും ചാവാറായിട്ട് ഇനിയും നമ്മൾ നിന്ന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? കൊടുക്കില്ലെന്ന് ഉറപ്പിച്ച് പറയണം. എനിക്കോ നിങ്ങൾക്കോ വേണ്ടിയല്ല, നമുക്കൊരു പുതിയ തലമുറ വളർന്നു വരുന്നുണ്ട്. ഈ ഭൂമിയും മണ്ണും അവർ കൂടി അവകാശപ്പെട്ടതല്ലേ? അവർക്കെങ്കിലും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാതിരിക്കണ്ടേ? അവർക്കെങ്കിലും സമാധാനത്തോടെ നമ്മുടെ നാട്ടിൽ നിന്ന് ജീവിക്കണ്ടേ? അവരെയെങ്കിലും നയിക്കാൻ അഴിമതിയുടെയും വ്യഭിചാരത്തിൻ്റെയും കറകളില്ലാത്ത നേതാക്കൾ വേണം. ഇതിനെല്ലാം നമുക്കൊരു അവസരം തന്നിരിക്കുക, ദൈവമായിട്ട് തന്നിരിക്കുന്ന. ഇനി ചിലപ്പോൾ ഇങ്ങനെയൊരു അവസരം ഉണ്ടായെന്ന് വരികയില്ല. ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് മാത്രമേ കാലം ഉത്തരം നൽകിയിട്ടുള്ളൂ. അതൊന്നും ആയാലും ഇന്നായാലും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അതായത് ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽ വന്ന് നിൽക്കുന്ന സമയമാണ് നമ്മൾ ഓരോരുത്തരെയും മുട്ടി വിളിക്കുന്നത്. വാതിൽ തുറക്കുന്നതിന് മുന്നേ മുന കൂർപ്പിച്ച് ചോദ്യങ്ങൾ കരുതി വെക്കണം, കാത്തു നിൽക്കണം. പിന്നെ അറിഞ്ഞു കുത്തണം. ഇല്ലെങ്കിൽ പതിവ് പോലെ ഇവർ കാലം കഴിയും മുന്നേ കുത്തും. എവിടെയാണെന്നറിയോ? മലയാളികളുടെ നെഞ്ചത്ത്. നന്ദി. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.